മറ്റു വാർത്തയിലേക്ക് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അതോടൊപ്പം കേസിലെ പ്രധാന പ്രതിയായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിലും ഇന്ന് വിധി പറഞ്ഞേക്കും. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. UDF സർക്കാർ വന്ന ശേഷം ആരംഭിച്ച പ്രത്യേക സംഘത്തെയൊക്കെ വെച്ച് നടത്തിയ അന്വേഷണമാണ്. ഇപ്പോൾ അതിന്റെ ഒരു സ്ഥിതി എന്താണ്? രഞ്ജിത്ത്, കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സമഗ്രമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി ജിതിൻ ഭാസ്കർ എന്ന DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജില്ലാ കോടതി ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് താനും കേസിൽ ഒരുപക്ഷെ പ്രതി ചേർക്കപ്പെടാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണനും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ റിബേഷിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ സാരമായി ബാധിക്കും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശക്തമായും ഈ മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് ആദ്യം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ റിബേഷ് ആണ് എന്നാണ് പ്രോസിക്യൂഷൻ ബാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ ആരോപണ വിധേയനായ ആൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനും ഒപ്പം അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇരു വിഭാഗത്തിന്റെ വാദമുഖങ്ങൾ പൂർത്തിയായതോടുകൂടി ഇന്ന് വിധി പറയാനായി സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി മാറ്റുകയും ചെയ്തു. ഒപ്പം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്ത ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. വടകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സംബന്ധിച്ച ഹർജി നൽകിയിരിക്കുന്നത്. പ്രതി ആ കേസിൽ ജാമ്യത്തിനിറങ്ങിയ ശേഷം ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയും കേസിന്റെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അന്വേഷണം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജിതിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണമെന്ന് SIT കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയിലും വിശദമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ടിരുന്നു. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ വിധി പറയും എന്നാണ് നമുക്ക് അഭിഭാഷകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദിനും സോനിപത്തിനുമിടയിലാണ് ഈ അത്യാധുനിക ട്രെയിൻ സർവീസ് ആരംഭിക്കുക. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.